ഗൈസ് വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമസ്കാരം. ഭയങ്കര വിഷമമുണ്ട്, ഭയങ്കര എന്താ പറയുക, ഫ്രസ്ട്രേറ്റഡ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു അവസ്ഥയിലാണുള്ളത്. സുഖമായിട്ട് ജയിക്കേണ്ട കളീനെ കൊണ്ടുപോയിട്ട് ആ ഒരു ഒറ്റ ഒരുത്തൻ എന്താ പറയുക, കൊണ അടിക്കുക എന്ന് പറയില്ലേ, ചിലക്കാണ്ട് വാപൂട്ടി ഇരിക്കേണ്ട സമയത്ത് കൊണ്ടുപോയിട്ട് നല്ലോണം വായിൽ വരുന്നുണ്ട്. പക്ഷെങ്കിൽ പറയാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. എന്താ അവനെയൊക്കെ പറയേണ്ടത്? ആൻഡ്രേ ഒനാന, സക്കീർ ബായിക്ക് കൊണക്കാൻ പറ്റുമോ? ബട്ട് ഐ ക്യാൻ. ആ ഒരു മെൻറ്റാലിറ്റിയാണ് അവനൊക്കെ. വാവൂട്ടി ഒന്നിക്ക് അവൻ കളിക്കുന്നുണ്ടെങ്കിൽ കളിക്കുക, ഇല്ലെങ്കിൽ കളിക്കാൻ അറിയാത്തവൻ പിന്നെ തൊള്ള പൊളിക്കാൻ പോറ്. വാവൂട്ടി അവിടെ ഇരിക്കുക വേണ്ടത്. വെറുതെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ആർസണൽ മാഡ്രിഡിൻ്റെ കളി കഴിഞ്ഞപ്പോൾ വിട്ട ആ ഒരു വീഡിയോയിൽ തന്നെ ഞാൻ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒനാനയെ കുറിച്ചിട്ട്. ഒനാനയും മാറ്റിച്ചും തമ്മിലുള്ള ആ ഒരു ഡിബേറ്റ് എന്തിൻ്റെ ആവശ്യമായിരുന്നു? വഴിയെ പോകുന്ന വയ്യാവേലിയൊക്കെ എടുത്ത് തലയിൽ വെക്കാന്നൊക്കെ പറയില്ല, അതാണ് അവസ്ഥ. എന്നിട്ട് എന്താ ചെയ്ത്? അവൻ ഉള്ള പ്രഷർ തേച്ചും തലയിൽ കയറ്റി വെച്ചു. അവനൊരൊറ്റൊരാൾ കാരണം മാത്രമാണ് ഇന്നലെ ഡ്രോ ആയത്. ഒനാന എല്ലാവരും സോഷ്യൽ മീഡിയ മൊത്തം ചങ്ങായിനെ ഊക്കുകയെന്നില്ല. അവൻ മാഞ്ചസ്റ്ററിൽ കാല് കൂത്തിയാൽ ആരെങ്കിലും അടിക്കണമായിരുന്നു. എന്തെങ്കിലും മറ്റേ നമ്മുടെ ലീഗ് 1 ഫാൻസ് പോലെയും ലാലിഗയിലെ ഫാൻസൊക്കെ പോലെ കുപ്പിയറ എന്തെങ്കിലും എടുത്ത് അവന് കൊടുക്കണമായിരുന്നു. ഒരു പരിക്കെങ്കിലും വരുത്തിക്കുക. പോട്ടെ ചങ്ങായി, പുല്ല് തീരട്ടെ. ശരിക്കും ഒരു പ്ലെയറിനെ കൊണ്ട് നമ്മളങ്ങനെ പറയാൻ പാടില്ല, പരിക്ക് വരട്ടെ അങ്ങനെയൊന്നും. ഇവൻ എന്തിനാണ് ഇങ്ങനെ ഒരു മരവാഴ? എന്തിൻ്റെ കുഞ്ഞാണോ എന്തോ, ഒരു ഉപകാരം എന്ന് പറഞ്ഞ ഒരു സാധനം അവൻ്റെ അടുത്ത് ഉണ്ടായിട്ടില്ല. എന്തോരം എറേഴ്സാണ് ഒരു സീസണിൽ അവനെ കഴിച്ചിട്ടേ ഉള്ളൂ. സ്റ്റാറ്റ്സ് കാണണമെങ്കിൽ എല്ലാവരും ഒന്ന്, ഞാൻ അങ്ങനെ നെഗറ്റീവ് കുറ്റം പറയുന്നതല്ല, പറയേണ്ടത് മാത്രമേ ഞാൻ പറഞ്ഞില്ല. കാരണം അത്രത്തോളം വിഷമമുണ്ട്. ത്രൂ ഔട്ട് നമ്മൾ കളിയിലേക്ക് വരികയാണെങ്കിൽ ത്രൂ ഔട്ട് നമ്മൾ കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെയുള്ള പക്ഷേ ഇന്നലത്തെ മെയിൻ മാച്ച് നമ്മൾ നോക്കിയാൽ നമുക്കറിയാം, 9 vs 11 ആയിരുന്നു ഇന്നലത്തെ കളി. ഒന്ന് ഈ ഒനാന, പിന്നെ ഒന്ന് മറ്റവൻ, എല്ലാവർക്കും അറിയാം, റാസ്മസ് ഹോയിലുണ്ട്. എന്തിനാണ് ചങ്ങായി ഇങ്ങനെ പറയിപ്പിക്കുന്നത്? ഒന്ന് നിർത്തിപ്പോയിക്കൂടെ? മറ്റേ രാജിവെച്ചിട്ട് പുറത്തു പോടോ. അവരൊക്കെ ഒരു സ്ട്രൈക്കറാണ് പോലും. 2 ഷോട്ടോ അവൻ എടുത്തിട്ടുണ്ട്, എല്ലാവരും കണ്ടതായിരിക്കും. അണ്ടർ 17, അണ്ടർ 21 അണ്ടർ 19 അല്ല, അണ്ടർ 17 പിള്ളേരെടുക്കുക ഇതിലും നല്ല ഷോട്ട്. അണ്ടർ 17 പിള്ളേർക്ക് എടുക്കാൻ പറ്റും ഇതിലും നല്ല ഷോട്ട്. പിന്നെ ഒരു ഷോൾഡർ പുഷ് വന്നിട്ടുണ്ടായിരുന്നു, അത് താങ്ങാനുള്ള ഫിസിക്കൽ പോലും ഇവരില്ലെങ്കിൽ ഇവനല്ലേ എന്തോന്ന് സ്ട്രൈക്കറാണ്. എവിടുത്തെ സ്ട്രൈക്കറാണ് ഇവനൊക്കെ? എന്തിനു കൊള്ളാം? നമുക്ക് ഈ ഇന്റർനാഷണൽ ബ്രേക്കിന് ശേഷം ഒരു കളിയും ജയിക്കാൻ പറ്റാത്തതും ഒരു ഗോൾ പോലും അടിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇന്നലത്തെ ആ ഒരു കളിയോടുകൂടി അത് 100% അല്ല 1000% കൺഫേം ആയിട്ടുണ്ട്. എന്തിനാണ് ഇവനൊക്കെ എന്ത് ഒലക്കാണ് കളിക്കുന്നത്? പൈസയും വാങ്ങി പുട്ടു അടിച്ചിരിക്കുക എന്നല്ലാണ്ട് ഇവനും ഒനാനയൊക്കെ. ബാക്കി ആദ്യം അമോറിം വന്നപ്പോൾ നമ്മുടെ ടീം മൊത്തം പ്രശ്നമായിരുന്നു. പക്ഷേ ഇപ്പം എല്ലാവരും മാറിയിട്ടുണ്ട്. മെയിനായിട്ട് നമ്മൾ എക്സാമ്പിൾസ് എടുത്ത് പറയേണ്ടത് മെഗ്വയർ ആയിക്കോട്ടെ. മെഗ്വയറിനെ പിന്നെ നമുക്ക് പണ്ടേ അറിയാം, എത്ര സീസണോളം അവനെ ഊക്കലും അതും ഇതും സ്വന്തം ഫാൻസ് പോലും. പക്ഷേ ഈ സീസണിൽ നമ്മൾ എടുത്ത് പറയാം സിറിക്സി. ആ ഒരു മാച്ചിൽ ടോട്ടൻഹാം ന്യൂകാസിൽ ഏതോ ഒരു മാച്ചിൽ ഫസ്റ്റ് ഹാഫിലെ 30 minutes പുള്ളിക്കാരനെ സബ് ചെയ്തപ്പോൾ നമ്മുടെ ഓൾഡ് ട്രാഫോർഡിലെ ഫാൻസ് വരെ ബൂ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും അവനൊരു തളർച്ച അനുഭവപ്പെടാതെ, കാരണം പുള്ളി വീണ്ടും ഞാൻ തിരിച്ചു വരും ജാനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ പോലും പോകുന്നുണ്ടായിട്ട് പോയിട്ടില്ല. ഇപ്പം എന്താണ്, ഇപ്പം ആ സിറിക്സ് മാത്രമേ കളിക്കുന്നുള്ളൂ. ഈ ഹോയ്ലുണ്ടിനൊക്കെ അതൊക്കെ ഒരു എന്താണ് പറയുക, ഒരു പ്രചോദനം പോലെയെങ്കിലും മാറ്റിയെടുത്തിട്ടെങ്കിലും അവന് വന്നുകൂടായിരുന്നു. ആകെ മൊത്തം ഒരു ഇൻസ്റ്റാഗ്രാമിലൊരു പേജുണ്ട്, ഒരു പക്ക യുണൈറ്റഡിൻ്റെ ഒരു സയ്യിദ് TV എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഒരു തടിച്ചിട്ടുള്ള ഒരു പുള്ളിക്കാരൻ്റെ ഫസ്റ്റ് ഡയലോഗ് എന്താണെന്ന് വെച്ചാൽ, ഒനാന കം ടു മൈ കാർ പാർക്ക്, കം മൈ ബ്രദർ എന്നാണ് പറഞ്ഞത്, കം മൈ ഫ്രണ്ട്. അതന്നെ എനിക്കും പറയാനുള്ളൂ. വാടാ. ലൂസിഫറിലും എംപുരാനിലൊക്കെ ലാലേട്ടൻ പറഞ്ഞതുപോലെ വാടാ, അടിച്ച് പൊളിച്ചാൽ കിട്ടുന്ന സ്ഥലത്ത് നിന്ന്. ഒരു ഫാൻസിനോടുള്ള എന്താ പറയുക, നമ്മുടെ മാഞ്ചസ്റ്ററിലുള്ള ഫാൻസിനോടുള്ള ഒരു അഭ്യർത്ഥന പോലെ കിട്ടിയാൽ കൊടുക്കുമോ? എനിക്ക് ഒരു വല്ലാത്തൊരവസ്ഥയായിപ്പോയി. സുഖസുന്ദരമായിട്ട് ജയിക്കുന്ന കളി കൊണ്ടുപോയിട്ട് എന്ത് സിമ്പിളായിട്ട് അവനാ വിട്ട ആ ഫസ്റ്റ് ഗോളൊക്കെ. ഇതിനും നല്ലത് ആ 33 വയസ്സിലെ ഡെഹയായിരുന്നു. ടെൻഹാഗിനെ മാത്രം പറഞ്ഞാൽ മതി. ആ മൊട്ടത്തലയം കളിച്ച കളിയാണ് ഇതൊക്കെ.
നല്ലപോലെ ഉണ്ടായിരുന്ന ഡെഹേനെ വെറുപ്പിച്ച് പറഞ്ഞു വിട്ടിട്ട് ഈ ഒന്നിനും കൊള്ളാത്ത ഇവനെ കൊണ്ടുവന്നില്ല. ബോൾ പ്ലേയിങ് ആണ് പോലും. ഇവനിവിടെ ബോൾ പോയിട്ട് ബോളൊന്നും പിടിക്കുക പോലും ചെയ്യുന്നില്ല. അക്കാദമി അല്ല, നമ്മുടെ ആ ഹീറ്റൺ ഇതിലും നല്ല കളിക്കും. 35 വയസ്സുള്ള ഹീറ്റണിനെ ഇറക്കി വിട്ട് നോക്കിയേ, ഇതിലും നല്ല കളിയായിരിക്കും. അമ്മാതിരി വേസ്റ്റ് ആൻഡ് വേസ്റ്റ് പെർഫോമൻസ് ഫ്രം ആൻഡ്രെ ഒനാന ദിസ് സീസൺ ത്രൂ ഔട്ട്. ഇന്നലത്തെ ഗെയിം മാത്രമല്ല, ത്രൂ ഔട്ട് ഏതോ 1-2 കളി അവൻ 2 പറക്കുന്ന സേവ് ചെയ്യും. ഇന്നലത്തെ കളി കണ്ട എല്ലാവരും ഒന്ന് പറഞ്ഞു, ഇന്നലത്തെ കളി കണ്ട എല്ലാവർക്കും അറിയാം ലിയോൺ എന്ത് അറ്റാക്ക് ചെയ്തത്. ലിയോണിൻ്റെ അടുത്തുനിന്ന് ഒരു നല്ല രീതിയിലുള്ള, അതായത് നമ്മളെ റേയും ഡേവിഡ് റേയും നമ്മുടെ എഡേഴ്സണും എല്ലാവരും ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, എല്ലാവരും സേവ് ചെയ്യുന്ന പോലത്തെ നല്ലൊരു റിഫ്ലക്സ് സേവ് ചെയ്യേണ്ട ഒരു ഷോട്ട് അവരുടെ അടുത്ത് വന്നിട്ടുണ്ടോ? ലക്കാസെറ്റിൻ്റെ ഒക്കെ വെടി തീർന്നത് കൊണ്ട് മാത്രമാണ് ആ ഒനാന രക്ഷപ്പെട്ടത്. എന്നിട്ട് പോലും അവന് ഈ ഈസി ആയിട്ട് വരുന്ന ഈ ഒരു സംഭവം പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഇവനൊക്കെ എന്തിനാടോ? പിന്നെ ഈ വായട്ട ഇളക്കാൻ പോണോ? വാ പൂട്ടി അവിടെ ഇരുന്നാൽ പോരെ. ഒന്നും പറയാതെ അവൻ ഈ കളി കളിച്ചതാണെങ്കിൽ പോട്ടെ എന്ന് വെക്കാം. ഇത് ഉള്ള വായി തോന്നിയത് ഏച്ചും പറയുകയും ചെയ്ത്, മാറ്റിച്ചിട്ടിൻ്റെ വായിലുള്ളത് കേൾക്കുകയും ചെയ്ത്, അത് അവിടെ അനുഭവിക്കുകയും ചെയ്ത്. ശരിക്കും ആ ബായിന്ദറിന് ഇഞ്ചുറി ഇല്ലായിരുന്നെങ്കിൽ അവനെ ഇറക്കിയാൽ മതിയായിരുന്നു. എൻ്റെ പൊന്നെ അമോറിമ അവനെ ഇറക്കിയാൽ മതിയായിരുന്നു. കാരണം ബായിന്ദർ ഇപ്പോൾ അടുത്താണ് ഇഞ്ചുറി കഴിഞ്ഞ് വന്നത്. അപ്പോൾ നമ്മളെ ബാക്കിയുള്ള പ്ലേയേഴ്സിന് 10 മിനിറ്റ്സ് 20 മിനിറ്റ്സ് ടൈം കൊടുക്കുന്ന പോലെ നമുക്ക് ബായിന്ദറിന് കൊടുക്കാൻ പറ്റില്ല, അതാണ്. പക്ഷേ കാല് പിടിച്ചിട്ടാണെങ്കിലും പറയാം, എൻ്റെ പൊന്നെ അമോറിമ സെക്കൻഡ് ലെഗിൽ ഇവനെ ഇറക്കല്ലേ. എൻ്റെ വായിന് നല്ലോണം വരുന്നുണ്ട്. ഇവൻ ദയവ് ചെയ്തിട്ട് ഈ ആൻഡ്രെ ഒനാനാനെ സെക്കൻഡ് ലെഗിൽ ഇറക്കല്ലേ, പ്ലീസ് പ്ലീസ് പ്ലീസ്. മടുത്തു, ഇവൻ്റെ പെർഫോമൻസ് കൊണ്ട് മടുത്തു. ഒരു അഡ്വാൻറ്റേജുമായിട്ട് സെക്കൻഡ് ലെഗിലേക്ക് എങ്ങനെയെങ്കിലും സെമിയിലേക്ക് കയറാമെന്നുള്ളൊരു ശുഭപ്രതീക്ഷയിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് 94th മിനിറ്റിൽ കൊണ്ടുപോയിട്ട് ഇവൻ്റെ ബ്ലണ്ടർ. സുഖസുന്ദരമായിട്ട് കയ്യിൽ ക്യാച്ച് ചെയ്യേണ്ട ബോൾ മൂപ്പര് തള്ളി അങ്ങ് വിട്ടുകൊടുക്കുകയാണ്. വാടാ മക്കളെ അടിക്കടാന്ന് പറഞ്ഞിട്ട്. ഓപ്പൺ ചാൻസ് ഒക്കെ ഇട്ടുകൊടുത്താൽ ആരാണ് അടിക്കാണ്ടിരിക്കുക? ഒരു പവർ ഷൂട്ട് ഡിഫ്ലക്ട് ചെയ്ത് പോകുന്നതാണെങ്കിൽ ഓക്കെ, വിട്ടേക്കാം. ഇത് പവർ ഷൂട്ടായിട്ട് അവരടിച്ചത്. കൂട്ടപ്പൊരിച്ചിലുള്ള അടിച്ച സാധനം ഇവൻ്റെ മാരക സേവ്, ഒരു രക്ഷയില്ലാത്ത മറ്റേ സേവ് ഇവൻ ചെയ്തിന്. അയ്യോ, വെറുത്തുപോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വെറുത്തുപോയി. ബാക്കി കളി നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, എല്ലാവരും ഡൊർഗു പിന്നെയും എന്താ പറയുക, ബാക്ക് ടു ഹിസ് ബെസ്റ്റ് ലെവൽ. നമ്മൾ ഇൻ്റർനാഷണൽ ബ്രേക്കിന് മുന്നേ കണ്ട ആ ഡൊർഗു ആയി മാറി വരുന്നുണ്ട്. ആ നല്ലൊരു ക്രോസ് ഗർനാച്ചോന് കൊടുത്തു. ആ ഏതാ സേവ്? അതൊക്കെയാണ് സേവ് ഓനാന, അതൊക്കെയാണ് സേവ്. ലിയോണിൻ്റെ ഗോൾ കീപ്പർ ചെയ്ത സേവാണത്. അടിപൊളി സേവായിരുന്നു അത്. ഞാൻ വെച്ചത് കയറി ഗർനാച്ചോ കുത്തിയിട്ടതായിരുന്നു, പക്ഷേ അവൻ പറഞ്ഞിട്ടൊക്കെ തട്ടിക്കളഞ്ഞു. അതൊക്കെയാണ് നമ്മുടെ ഡിഫൻഡേഴ്സ് പറയും ഒന്നുകൊണ്ട് പേടിക്കണ്ട, നമ്മളെ ഡിഫൻസ് വോൾ ഇട്ടിട്ടുണ്ട്, നമ്മൾ സെറ്റാണ്. അവിടെ ബാക്ക് നിന്ന് ഐ ആം ഹിയർ, ഞാൻ ഇവിടെ ഉള്ളിടത്തോളം കാലം അതിന് ഞാൻ സമ്മതിക്കില്ല. ആ ഒരു മെൻറ്റാലിറ്റിയാണ് അവന്. നിങ്ങൾ എത്ര മതിലോ എത്ര സംഭവം വേണമെങ്കിലും ഇട്ടോ, പക്ഷേങ്കിൽ ഞാൻ ഇവിടെ ഉള്ളിടത്തോളം കാലം നിങ്ങളെ തോൽപ്പിക്കും, അല്ലെങ്കിൽ നിങ്ങളെ ഡ്രോ ആക്കും. അതാണ് എനിക്ക് വേണ്ടത്. ഇനിയും അമോറിം അവനെ ഇറക്കി കഴിഞ്ഞാൽ അമോറിമിനെ കുറ്റം പറയുക തന്നെ ചെയ്യേണ്ടി വരും. കാരണം ബായിന്ദർ ഇപ്പം വന്നിട്ട് ഏകദേശം 1 വീക്ക് ആയി. 1 വീക്ക് ഓൾമോസ്റ്റ് 10 days ആയി തോന്നുന്നുണ്ട് റിട്ടേൺ ടു ട്രെയിനിങ്. ഇനിയും സെക്കൻഡ് ലെഗിലും ഇവനെ തന്നെ ഇറക്കാനാണ് പരിപാടിയെങ്കിൽ എൻ്റെ പൊന്ന് അമോറിമെ, നീ നിൻ്റെ കുഴി തന്നെ തോണ്ടുകയാണ്. ഈ ചങ്ങായി മണ്ണിടുകയും ചെയ്യും. ഒനാന വന്നിട്ട് ഹൊയിലുണ്ട് പറഞ്ഞു കഴിഞ്ഞു. അവനെക്കുറിച്ച് അവൻ വെടി തീർന്നു. അവൻ സമ്മറിൽ പോയി നെപ്പോളിയോ വേറെ എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടെ. അവനെ കൊണ്ട് ഭയങ്കര ഹോപ്പിലായിരുന്നു ചങ്ങായി വന്നത്. 21 years വന്നിട്ട് കളിച്ച കളി നോക്കിയേ, എത്ര ഗോളായി അവൻ, എത്ര കളി അവനൊരു ഗോൾ അടിച്ചിട്ട്. ഡിഫൻഡേഴ്സ് തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ യുണൈറ്റഡിൽ കളിക്കുന്നത് ഡിഫൻഡേഴ്സ് ആണ്. ഡിഫൻഡേഴ്സ് CDM ഡിഫൻഡേഴ്സ് ആയിക്കോട്ടെ, പിന്നെ ബ്രൂണോ, ഇവരാണ് ഇപ്പോൾ കളിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനൊരു ഡിഫൻഡർ തന്നെയാണ്. ആ ഡിഫൻഡേഴ്സ് നല്ലപോലെ 1-on-1 ആയിക്കോട്ടെ, ബ്ലോക്ക് ആയിക്കോട്ടെ, പെർഫെക്റ്റ് എല്ലാവരും. മസ്റൂയി, മഗ്വയർ, യോറോ ഇന്നലെ ഒരു ഗോൾ ഇട്ട്, ഹാറ്റ്സ് ഓഫ്. എനിക്ക് ഭയങ്കര ഫസ്റ്റ് ഹാഫിൽ ഒന്ന് അടിക്കണമായിരുന്നു. യോറോൻ്റെ ഫസ്റ്റ് ഗോളാണ്. ഹാറ്റ്സ് ഓഫ്. അതാണ് വേണ്ടത്. പിന്നെ ആ സെക്കൻഡ് ഗോളിന് ബ്രൂണോൻ്റെ പാസ്, അയ്യോ വേറെ ലെവല് സാധനം. ഏതാ പാസ്? അതൊക്കെയാണ് കണക്ട് ചെയ്യുന്നത്. ഈ ഹൊയിലുണ്ട് ശരിക്കും സിറിക്സിൻ്റെ അടുത്ത് തന്നെ പഠിക്കാം. വേറെ പുറത്ത് എവിടെയും പോകേണ്ടിയില്ല. ഉള്ളിൽ തന്നെ ആളുണ്ട് ചങ്ങായി, ഉള്ളിൽ തന്നെ ആളുണ്ട്. നീ അവൻ്റെ അടുത്ത് തന്നെ പഠിക്കേ. തിരിച്ചു വരണമെന്ന് വിചാരിക്കാൻ ഒരു മനസ്സുണ്ടെങ്കിൽ തിരിച്ചു വരാൻ പറ്റും. പക്ഷെ ഇവനൊന്നും അതില്ല.
ഒക്കെ പൈസയും വാങ്ങി പുട്ടടിച്ച് എന്തായാലും നമ്മുടെ സീസൺ തീർന്നു, യുണൈറ്റഡ് എന്തായാലും തീർന്നു, ഇനി പിന്നെ നമ്മൾ കളിച്ചിട്ട് അങ്ങനെയല്ലല്ലോ ചിന്തിക്കണ്ട. അതോ അവൻ പ്രീമിയർ ലീഗിൽ കളിച്ചോട്ടെ, പോട്ടെ പുല്ല്. ഇത് നോക്കൗട്ട് സ്റ്റേജിൽ യൂറോപ്പ ലീഗ് ഒരു സിൽവർ വെയർ കിട്ടാൻ, ചാമ്പ്യൻസ് ലീഗിലേക്ക് ക്വാളിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ഇത് മാത്രമേ മുന്നിലൊരു വഴിയുള്ളൂ. അത് ചിന്തിച്ചിട്ടെങ്കിലും ഈ ഹോയ്ലൻഡിന് ഒനാനൊക്കെ കളിച്ചൂടെ? വെറുതെ കൊണ 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 കൊണന്ന് പറയാണ്ട് വാബൂട്ടി ഇരുന്നിട്ട് ഒരു മര്യാദയ്ക്ക് അവനെ കളി കളിച്ചിട്ടുണ്ടെങ്കിൽ സുന്ദരമായിട്ട് പോയിന്റ് എടുത്തിട്ട് വരായിരുന്നു. 2-1 സാരമില്ല, പോട്ടെ. 4 ഗോൾ 5 ഗോളൊന്നും വേണ്ട, ഒന്ന് ജയിക്കാൻ വേണ്ടി മാത്രമാണ് പറയുന്നുള്ളൂ. 2-1 ജയിക്കാൻ മതിയായിരുന്നു. എന്താ ഗോളാ സിറിക്സിൻ്റെ ഒക്കെ. ഇന്നലെ എല്ലാവരും കസമീറോ ആയിക്കോട്ടെ, ഉഗാർട്ടേൻ്റെ ഒക്കെ ഒരു ബ്ലോക്ക് ഉണ്ടായിരുന്നു. എല്ലാവരും ഇന്നലെ നല്ല പോലെ കളിച്ചു. ഇവർ രണ്ടാളൊഴികെ 9 vs 11. ഹോയ്ലുണ്ട് ഫുള്ള് ശോകം. ഒരു ബോൾ പാസ് പോലും അവന് മര്യാദയ്ക്ക് കൊടുക്കുന്നില്ല. കൗണ്ടറിന് ഓടാൻ പറ്റുന്നില്ല, പ്രഷർ ചെയ്യാൻ പറ്റുന്നില്ല, ഷോൾഡർ പുഷ് ചെയ്യാൻ പറ്റുന്നില്ല. അവരൊരു ഷോൾഡർ പുഷ് ചെയ്താൽ അത് ഫിസിക്കലി ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം വീഴാണ്. ആകെ ഒന്ന് ചെയ്ത് ഒരു പുഷ് കൊടുക്കുന്നാണ്ടി. അത് ഫൗളായിരുന്നു. അത് ഫൗള് വിളിക്കുകയും ചെയ്തിട്ടില്ല. അതുകൊണ്ട് അവൻ്റെ ഭാഗ്യം. എന്നിട്ടോ ആ ബോൾ എടുത്തിട്ട് അവനത് ഉള്ളിലേക്ക്, പെനാൽറ്റി ബോക്സിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോലും പറ്റുന്നില്ല. എന്നിട്ട് ഞാൻ വിചാരിച്ചു ഫസ്റ്റ് ഹാഫിൽ ഇവൻ്റെ ഇങ്ങനത്തെ ഒരു വേഴ്സ്റ്റ് പെർഫോമൻസ് കണ്ടാലെങ്കിലും അമോറിം ഒന്ന് അവനെ കയറ്റിയില്ല. ഇത് എന്താണ് അമോറിമിന് പറ്റുന്നത്? ഒരാൾ കളിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്ത് തേങ്ങക്ക് അവനവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പം തന്നെ മനസ്സിലായില്ല അവിടെ 10 vs 11 കളി പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സിറിക്സിയെ കുറച്ച് മുന്നേ ഇറക്കായിരുന്നു. സിറിക്സിയും മൈനും ഒക്കെ വന്നതിന് ശേഷം കുറച്ചൊരു കൺട്രോളായി. സിറിക്സ് വന്നപ്പോൾ തന്നെ കുറച്ച് അറ്റാക്കിൽ കുറച്ച് കൺട്രോളായി. ബോൾ ഇതാക്കുന്നുണ്ട്. കാരണം അവൻ്റെ കളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോൾ കളക്ട് ചെയ്യും, പക്ഷെ അവൻ കാലിൽ വെക്കില്ല. അവൻ ഓൺ ദ സ്പോട്ടിൽ റിലീസ് ചെയ്യും. സാരയില്ല, റിലീസ് ചെയ്ത് അവൻ ഓടി പോസ്റ്റിലേക്ക് എത്തുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ആ സെക്കൻഡ് ഗോൾ വന്നത്. ആ മൈനൂൻ്റെ ആ ബിൽഡപ്പും ബ്രൂണോൻ്റെ ആ ഒരു പാസും പക്ക പെർഫെക്റ്റ് ആയിട്ട് അവൻ ആ പെനാൽറ്റി ബോക്സിൽ ഒരു സ്ട്രൈക്കർ എന്താണോ ചെയ്യേണ്ടത് അവൻ അവിടെ ചെയ്തിട്ടുണ്ട്. ഈ ഹോയ്ലൻഡിന് ഒരു പാസ് കൊടുത്തിട്ടുണ്ട്. ഡോർഗു ചങ്ങായി പെനാൽറ്റി എന്താ പറയുക പോസ്റ്റിൻ്റെ ഉള്ളിൽ കയറിയെന്നിന്. എന്താ പറയേ ഇവനെ. നല്ല ഒരു സൂപ്പറായിട്ടുള്ള ഒരു ഗ്രൗണ്ട് ക്രോസ് ആയിരുന്നു അത് ഡോർഗു കൊടുത്തത്. ഡോർഗു കൊടുത്തിട്ട് അവനെ സ്ട്രൈക്കറിനെ നോക്കുകയാണ്. സ്ട്രൈക്കറെ നോക്കുമ്പോൾ ഗോൾ കീപ്പറിൻ്റെ കൂടെ ഉമ്മ കൊടുക്കാൻ പോയതാണെന്ന് തോന്നുന്നുണ്ട് അവനാണ്. ജയിക്കേണ്ട കളി ഇങ്ങനെ ആവുമ്പം, അതും ഇത് ലീഗല്ലാണ്, പ്രീമിയർ ലീഗൊക്കെ ആണെങ്കിൽ ആ മതി, പോട്ടെ പുല്ല്, 1 പോയിന്റ് തോറ്റില്ല. പക്ഷെ ഇത് ജീവൻ മരൻ ഡു ഓർ ഡൈ അല്ലേ. ഡു ഓർ ഡൈ സിറ്റുവേഷനിലൊക്കെ ഇങ്ങനെ പോകുമ്പം ഇവന്മാർ ഇമാതിരി കളി കളിച്ചാൽ എന്താ പറയുക. ടോട്ടലി ഫ്രസ്ട്രേറ്റഡ് ആയിപ്പോയി. ഇന്നലെ ഫുള്ള് കളിയൊക്കെ വെരി ഹാപ്പിയാണ്. നല്ല കളി കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഫിനിഷിങ്ങിന് പോരായ്മ അത് ഞാൻ കുറേ വീഡിയോസിൽ പറഞ്ഞു. ഞാൻ മാത്രമല്ല, ഒട്ടുമിക്ക യുണൈറ്റഡ് ഫാൻസ് എല്ലാവരും പറയുന്നതാണ് ഫിനിഷിങ്ങിൻ്റെ പോരായ്മ. അതുകൊണ്ട് ഇന്നലെ ലാസ്റ്റ് ഡിഫൻഡേഴ്സ് തന്നെ ഇറങ്ങി അവരെന്നെ ഗോൾ അടിച്ചു. ഡിഫൻഡേഴ്സ് തന്നെ കളിച്ചു, അവരെന്നെ ഡിഫെൻഡ് ചെയ്തു, അവരെന്നെ ബോൾ പാസ് ചെയ്തു, ലാസ്റ്റ് അവരെന്നെ ഗോൾ അടിച്ചു. സന്തോഷം ഉണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിലും കളി നല്ലപോലെ. ഫസ്റ്റ് ഹാഫിൽ കുറച്ച് ബാക്കായിട്ടാണ് കളിച്ചത്. എന്താ പറയുക, പൊസിഷനും കാര്യങ്ങളൊന്നും വേണം. നമുക്ക് ഗോളും പോയിന്റും മാത്രം മതി. പൊസിഷൻ പുഴുങ്ങി തിന്നാൽ കളി ജയിക്കില്ലല്ലോ. അതുകൊണ്ട് നല്ലപോലെ കളിച്ചു. പക്ഷേ സെക്കൻഡ് ഹാഫിൽ നമ്മൾ പൊസിഷൻ തിരിച്ചു പിടിച്ചു, കളി മാറി, പാസ് കൊടുത്തു. നല്ല ബിൽഡപ്പ് പ്ലേ ഒക്കെ വരുന്നുണ്ടായിരുന്നു. നല്ല ഗോളും അടിച്ചത്. ലിയോൺ ഉണ്ടായിരുന്നില്ല ചിത്രത്തിൽ. എനിക്ക് തോന്നുന്നു ലിയോണിൻ്റെ അടുത്ത് നിന്ന് അറ്റാക്കും കാര്യങ്ങളൊക്കെ വന്നു. പക്ഷേങ്കിൽ അവർക്കും ഫിനിഷിങ്ങിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ലക്കസെറ്റിൻ്റെ ഒന്നും പാവം നല്ല ഏജ്ഡായി, പഴയ ആസ്നലിൻ്റെ ആ ലക്കസെറ്റ് അല്ല. ഞാൻ ആദ്യം സബിൽ കണ്ടപ്പോൾ ഞാൻ പേടിച്ചിരുന്നു, പടച്ചോനെ ഇവന് ഇവിടെ ഉണ്ടോ. കാരണം നമുക്ക് സ്ഥിരം വെല്ലുവിളിയായിരുന്നു ആസ്നൽ ഉണ്ടായ സമയത്ത്. പക്ഷെ ആ പഴയ പ്രതാപകാലത്തല്ല ഇപ്പോൾ ഉള്ളത്. കാരണം അതുകൊണ്ട് മാത്രമാണ് ഒനാന നീ രക്ഷപ്പെട്ടത്. ഇല്ലെങ്കിൽ ഒരു 4-5 ഗോൾ അവനെങ്കിലും അടിച്ച് കയറ്റിയത്. ചെർക്കി നല്ല കളിയായിരുന്നു. ആ ചെർക്കിനെ ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ സെറ്റായിരുന്നു നമുക്ക് നെക്സ്റ്റ് സമ്മറിൽ. 25 million ആയിട്ടേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ സൺഡേ ന്യൂകാസിലിൻ്റെ കൂടെ ഞാനിപ്പോൾ പ്രീമിയർ ലീഗ് ഞാൻ വിട്ടു. ഞാൻ പിന്നെ എന്തായാലും നമ്മൾ ഫാൻസിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ ഇടുന്നതാണ്. പ്രീമിയർ ലീഗ് എന്തോ ആയിക്കോട്ടെ, എനിക്ക് ഒരു ഇതില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ കസമീറോക്കൊക്കെ ഒരു റെസ്റ്റ് കൊടുക്കണം. ഉഗാർട്ടെ കളിച്ചോട്ടെ, മൈനു കളിക്കട്ടെ, മൗണ്ട് കളിക്കട്ടെ, ഈ ആർക്കെങ്കിലുമൊക്കെ റെസ്റ്റ് കൊടുക്കും. ബ്രൂണോന് പക്ഷേ റെസ്റ്റ് കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ലെങ്കിൽ ഒരു 60 കളിച്ചിട്ട് ബ്രൂണോനെ കയറ്റണം. കാരണം സെക്കൻഡ് ലെഗ് നമുക്ക് ഓൾഡ് ട്രാഫോർഡ് ഒരു അറ്റ്മോസ്ഫിയർ ഒന്ന് ഇതാക്കിയാൽ മതി. നമ്മൾ റിയൽ സോസിഡാഡിൻ്റെ കൂടെ ഉണ്ടായ സെക്കൻഡ് ലെഗിലെ അറ്റ്മോസ്ഫിയർ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ഒരു അറ്റ്മോസ്ഫിയർ ഇവിടെ ബിൽഡ് ചെയ്യണം. കാരണം ഇന്നലെ ലിയോണിൻ്റെ ആ ഒരു സ്റ്റേഡിയം കണ്ടപ്പോൾ തന്നെ ലേസറൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു ഹേമാർ. അപ്പോൾ ആ ഒരു സെറ്റപ്പ് വരികയാണെങ്കിൽ നല്ല എന്തായാലും ഉണ്ടാവും. അത് ഫാൻ ബേസ് നമ്മുടെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ എന്തായാലും അങ്ങനെ പിന്നോട്ടൊന്നും പോവില്ല. ഓൾഡ് ട്രാഫോർഡ് കത്തിക്കണം. ഓൾഡ് ട്രാഫോർഡ് കത്തിച്ച് എന്താ പറയുക, നമ്മുടെ 12th മാനാണ്. പക്ഷേ ഈ ഒനാനെ ആ ഭാഗത്ത് കാണാൻ പറ്റില്ല. അവനെങ്ങാനും ലൈനപ്പിൽ ഉണ്ടെങ്കിലുണ്ടല്ലോ
ടോട്ടലി ഡിസ്ഗ്രേസ് ആയി പോകും. സത്യം പറയാലോ, എൻ്റെ മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ഈ വീഡിയോ കാണുന്ന എല്ലാവരുടെയും അഭിപ്രായം ഇത് തന്നെയായിരിക്കും. ഇവൻ ഇനി വേണ്ട, അത് തന്നെ ആയിരിക്കും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കുറച്ച് വലിച്ചു നീട്ടിപ്പോയി, എല്ലാവരോടും സോറി. അത്രയും പറയണമെന്നുണ്ടായിരുന്നു ഇവർ രണ്ടുപേരെയും കുറിച്ചിട്ട്, അതുകൊണ്ട് മാത്രം പറഞ്ഞതാ. ഞായറാഴ്ച എന്താവും എന്തോ ഞാനൊന്നും പറയുന്നില്ല. എനിക്ക് ആ ഒരു യൂറോപ്പ ലീഗ് സെക്കൻഡ് ലീഗ് ഐ ആം വെയിറ്റിംഗ് ഫോർ ദാറ്റ് മാച്ച്. എനിക്ക് എങ്ങനെയെങ്കിലും ആ ഓൾഡ് ട്രാഫോർഡിൽ നിന്ന് ലിയോണിനെ ജയിച്ച് നമുക്ക് സെമിയിലേക്ക് കയറാൻ പറ്റണം. ദയവ് ചെയ്ത് ഈ ഒനാനേനെ ഒഴിവാക്കിയിട്ട് ബായിന്ദറിനെ കൊണ്ടുവരിക, അമോറിം പ്ലീസ്. അപ്പോൾ എല്ലാവർക്കും ബൈ. നമുക്ക് അടുത്ത ന്യൂകാസിലിൻ്റെ കളി കഴിഞ്ഞിട്ട് ഒരു ലൈവ് വീഡിയോ ആയിട്ട് കാണാം. ലൈവ് ഉണ്ടാവും, ഞാൻ സൺഡേ ലൈവിൽ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ യൂറോപ്പ ലീഗിനെ കുറിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും ലൈവിൽ ഡിസ്കസ് ചെയ്യാം. ബൈ.